വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ബീച്ച് വരെ പോവാണ്. അമ്മ പുറയിൽ വിഷമിച്ച് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അമ്മയെ കൊണ്ടുപോകാതാണ് പോകുന്നത്. കാരണം നമുക്ക് 2 വണ്ടിയേ ഉള്ളൂ, അപ്പോൾ 4 പേരും ഉണ്ട്. അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ നാത്തൂൻ ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഞങ്ങൾ 4 പേരെന്ന് പറയുമ്പോൾ ഞാനും ചേട്ടനും നാത്തൂനും ചേട്ടൻ്റെ ഫ്രണ്ടുണ്ട് സതീഷ് ചേട്ടനും കൂടെ ആണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ യാത്ര തിരിച്ചിട്ടുണ്ട്. നല്ല ബീച്ച് വ്യൂ ഒക്കെ കണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്തത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഇത്ര കൃത്യമായി എനിക്കറിയാൻ കാരണം നമ്മൾ തൈപ്പൂയത്തിൻ്റെ അന്ന് വൈകിട്ടാണ് ഗൈസ് പോയത്. നിങ്ങൾ വിചാരിക്കും ഇത്രയും നാൾ ഞാൻ ഈ വീഡിയോ എന്തിനാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന്. ഒളിപ്പിച്ച് വെച്ചല്ല, ഞാൻ വീഡിയോ ഇടുന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അഴീക്കൽ ബ്രിഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അഴീക്കൽ പാലമൊക്കെ കണ്ട് ഞാൻ മാറി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു 6 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇത്രയും ഞാൻ ചുരുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ബീച്ച് അലർജി ആയിട്ടൊരു വ്യക്തിയുണ്ട് ഗൈസ്. അതെൻ്റെ ചേട്ടനാണ്. എനിക്കറിയത്തില്ല അവൻ എന്താണ് ഈ ബീച്ച് ഇത്ര അലർജി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ഭയങ്കര ആർമാതി തകർത്ത് ബീച്ചിലിറങ്ങി. പക്ഷേ അവൻ അവിടെ മാറി കൈയും കെട്ടി നിൽക്കുമായിരുന്നു ഗൈസ്. എന്ത് ചെറുക്കനാണെന്നോ നോക്കണേ. ഞാനും നാത്തൂനും സതീഷ് ചേട്ടനും കൂടെ പാൻ്റൊക്കെ പൊക്കി വെച്ച് അങ്ങ് ഇറങ്ങി. സതീഷ് ചേട്ടനാണെങ്കിൽ ബീച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ബീച്ച് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു വിഭ്രാന്തിയാണല്ലോ. എനിക്ക് എന്തായാലും അങ്ങനെയാണ് ഗൈസ്. ബീച്ച് കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഭയങ്കര ലോകം കീഴടക്കിയ ഒരു ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ ആർമാതിച്ച് തകർത്തിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.